ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഞാനിപ്പോൾ ഈ ചക്കി നുള്ളി പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ടൈം കിട്ടട്ടെ വിചാരിച്ചിട്ട് 2 ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അത് കുറച്ചൊക്കെ മധുരം വെച്ച് തുടങ്ങി. കുട്ടികളൊക്കെ ഓരോ തലയ്ക്ക് കൂടെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മുഹൂർത്തമായത്. അപ്പോൾ അതിൻ്റെ തലയും മാലൊക്കെ നല്ലപോലെ കളഞ്ഞ് നീളത്തിൽ ഒരേ സൈസിൽ അരിഞ്ഞെടുത്ത് വെച്ചതാണ്. തലയും മാലൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാനോ ഉപ്പേരി വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ചക്ക വറുക്കാന്ന് പറയുമ്പോൾ എല്ലാ ചക്കയും നമുക്ക് വറുക്കാൻ പറ്റില്ല. ചുള കനം കുറഞ്ഞ് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കട്ടിയുള്ള ചുളയായാലും നമുക്ക് ക്രിസ്പിനെസ് കിട്ടില്ല വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ എന്നും പറയും പോലെ ഈ വക പ്രവൃത്തികളൊക്കെ ഞാൻ അടുപ്പത്താണ് ചെയ്യാറ്. ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കില്ല. കുറേ ടൈം നമുക്ക് പോവും. അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ഞാൻ അടുപ്പെല്ലാം തന്നെയാണ് ചെയ്യൽ. അപ്പോൾ അടുപ്പ് ചട്ടിയൊക്കെ ചൂടാൻ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക, മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കി വയ്ക്കുക. ഇങ്ങനെയാണ് ചക്ക വറുക്കുമ്പോൾ ഉപ്പൊക്കെ ഇടാൽ. ഉപ്പ് തിരുമ്മി വെച്ച ചക്ക ഞാൻ വറുക്കലില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒരു വെള്ളത്തിലാണ്ട് കലക്കി വയ്ക്കുക. നമുക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പിന് ആവശ്യമായത് ഇടയിൽ കൂടെ എൻ്റെ മകൻ വന്ന് എടുത്തുകൊണ്ട് പോകണമുണ്ട് ചക്ക. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ചീനാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് അങ്ങോട്ട് വരും. നല്ലപോലെ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. കൈവിടാതെ ആദ്യം കുറച്ച് വട്ടം കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കണ്ടോ, നല്ല കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറിലേക്ക്. ഇപ്പം തന്നെ നല്ല ആവശ്യത്തിന് മഞ്ഞ കളറുണ്ട്. നമുക്കൊരു ഫ്ലേവറും ഒന്നും കൂടെ ഒരു മഞ്ഞ കളർ വറുത്ത് വരുമ്പോഴേക്കും ഒന്നും കൂടെ ഒരു മഞ്ഞ കളർ കിട്ടാനാണ് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്യണത്. കണ്ടോ, ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. തീ നല്ലപോലെ കത്തട്ടെ. എൻ്റെ അടുപ്പിൻ്റെ അവിടെ ചിരട്ടിയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ചക്ക വറുക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് ബലം വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളും. നമ്മൾ ഉപ്പിന് ആവശ്യമായ 2 സ്പൂണ് 3 സ്പൂണ് ആവശ്യത്തിന് നമുക്കറിയാലോ എത്ര വെള്ളം ഒഴിച്ചാൽ എത്ര ഉപ്പുണ്ടാവും ഏകദേശം നമുക്കറിയാലോ. കുറേ കാലമായല്ലോ നമ്മളൊക്കെ ഈ പരിപാടികൾ തുടങ്ങിയിട്ട്, വെക്കലും വിളമ്പലൊക്കെ. അപ്പോൾ ആവശ്യത്തിന് എത്ര ഉപ്പുണ്ടാവുമെന്ന് അറിയാലോ. അപ്പോൾ ആ ഉപ്പൊക്കെ കണ്ട് അവനവൻ്റെ ആവശ്യാനുസരണം കൊണ്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. കണ്ടോ, എന്നിട്ട് നല്ലപോലെ ഇളക്കുക. തീ നല്ലോണം കത്തിക്കോട്ടെ. അപ്പോൾ ബ്രൗൺ നിറയെ വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കിത് വറുത്ത് കോരാനായിട്ടുണ്ട്. അപ്പോൾ സാഹസികതയൊന്നും കാണിക്കാതെ നല്ലപോലെ എണ്ണയൊക്കെ ഊറ്റിയിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ അപ്പോഴേക്കും അടുത്ത റൗണ്ട് കൂടെ എണ്ണയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ റൗണ്ട് ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ടൈമിൽ നിന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നന്നായി ചക്ക ചിപ്സ് കഴിക്കണോ? കടയിൽ പോയപ്പോൾ നമുക്ക് കിട്ടാനിട്ടല്ലല്ലോ. പക്ഷേ 600-700 കിലോ ഒക്കെ അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇത് വറുത്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം 1 കിലോ 1.5 കിലോൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലും നമ്മളെ മക്കൾക്ക് വീട്ടിലുണ്ടാക്കി അവർക്ക് ഇഷ്ടം പോലെ 3-4 ഒരാഴ്ചയോ കുറേ ദിവസങ്ങൾ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാമല്ലോ. ബേക്കറിയിൽ പോയി ഇപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 1/2 കിലോ 1 കിലോ മക്കളും കുട്ടികളൊക്കെ ഉള്ളിടത്ത് എത്ര നേരം ഉണ്ടാകും? എത്ര സമയം വയ്ക്കും അവർ? അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ മെനക്കെട്ട് സമയം കണ്ടെത്തി അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്ത റൗണ്ട് ഞാൻ അതുപോലെ വറുത്ത് കോരുന്നുണ്ട്. ചട്ടി ചൂടായ എണ്ണയിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒരു ബലം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറേ നേരം ഇളക്കുക. വീണ്ടും ബലം വെച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് നല്ലപോലെ കോരിയെടുക്കുക. നല്ല ചില്ല് ബോട്ടിലോ അല്ലെങ്കിൽ ഇതിനിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, അതുപോലെയുള്ള പാത്രത്തിലോ ഇട്ട് കാറ്റ് കിടക്കാത്ത പാത്രത്തിൽ സൂക്ഷിച്ച് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ നല്ലപോലെ ഉണ്ടോ
പാത്രം എടുത്ത് ഞാൻ കിലുകിലെന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ചക്കക്കാലൊക്കെ അല്ലേ, ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടാനും മറക്കല്ലേ. താങ്ക് യു.